15 ഇടവകളിലെ കുടുംബങ്ങൾ വരാൻ പറ്റുന്നവരെ ഒന്നിച്ചു ചേർന്ന് ഒരു സ്നേഹ സംഗമത്തിൻ്റെ ആഘോഷത്തിൻ്റെ സമാപ്തിയിലാണല്ലോ. വിവിധങ്ങളായ ധ്യാനചിന്തകളിലൂടെ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയി. ചിന്തകൾക്ക് വിരാമമിടുമ്പോൾ നമ്മുടെ കുടുംബത്തെ എടുത്തു വെച്ച് നമ്മളൊന്ന് ധ്യാനിക്കുന്നു. വിശുദ്ധ ബൈബിൾ കുടുംബങ്ങളുടെ ചരിത്രമാണ്. ഏദനിൽ ആരംഭിക്കുന്ന കുടുംബം വെളിപാട് പുസ്തകത്തിലെ സ്വർഗീയ കുടുംബത്തിലൂടെയാണ് അത് പൂർത്തീകരിക്കപ്പെടുക. ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത് ഒരു ഉടമ്പടി ആയിട്ടാണല്ലോ. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ വചനങ്ങൾ. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു, ഒന്ന് മാത്രം നന്നല്ല എന്ന് കണ്ടു. പുരുഷൻ ഏകനായിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളെയും പക്ഷിപ്പറവുകളെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എന്നാൽ ഇണങ്ങിയ തുണയെ കണ്ടില്ല. ദൈവമായ കർത്താവ് പുരുഷനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി. ബൈബിൾ തെളിച്ചു വായിക്കണം, നിർത്തി വായിക്കണം. നമുക്കറിയാം, മർത്തോമാ സഭയിൽ വേദപുസ്തകവുമായിട്ട് എല്ലാവർക്കും നല്ല പരിചയമുള്ളവരാണ്. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ. അങ്ങനെ ചുരുക്കമുള്ള ഒരു വാക്കാണ് ഗാഢനിദ്ര. ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ ഉറങ്ങും, മനസമാധാനത്തിലുള്ള നിൻ്റെ ഒടുക്കത്തെ ഉറക്കം കിട്ടാനൊന്നും വരുന്നുണ്ട്, സുഖമായിട്ട് ഉറങ്ങുക. അവൻ്റെ വാരിയിൽ ഒടിച്ചിട്ട് സ്ത്രീക്ക് ജന്മം കൊടുത്തു. അവളെ നോക്കി അവൻ പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തെ വിളിക്കുന്ന ഒരു വാക്ക് ദ ബുക്ക് ഓഫ് കവനൻസ്, ഉടമ്പടികളുടെ പുസ്തകം എന്നാണ്. ദ ബുക്ക് ഓഫ് ജനസിസ് ആണ്, പക്ഷേ ദ ബുക്ക് ഓഫ് കവനൻസ് ഉടമ്പടികളുടെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് 3 ഉടമ്പടികൾ സ്ഥാപിച്ചു. 1-ാം ഉടമ്പടി കല്യാണം, ഉൽപ്പത്തി 2:23. 2-ാം ഉടമ്പടി ഉൽപ്പത്തി 9 ദൈവവും നോഹയും തമ്മിൽ. 3-ാം ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും തമ്മിൽ. ആദ്യ ഉടമ്പടി വിവാഹ ഉടമ്പടി, 2-ാം ഉടമ്പടി നോഹയുമായി, 3-ാം ഉടമ്പടി അബ്രഹാമുമായി. ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. 1 കോൺട്രാക്റ്റ്, 2 കവനൻ, മലയാളത്തിൽ ഉടമ്പടി. കോൺട്രാക്റ്റിൽ 2 വശത്തും മനുഷ്യരാണ്. പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ കോൺട്രാക്റ്റ്, മോശയും ദൈവവും തമ്മിൽ കവനൻ. 2 വശത്തും മനുഷ്യരാണെങ്കിൽ കോൺട്രാക്റ്റ്, ഒരു വശത്ത് മനുഷ്യനും മറുവശത്ത് ദൈവവുമാണെങ്കിൽ കവനൻ. ഹിന്ദുക്കളുടെ കല്യാണം സിവിൽ കോൺട്രാക്റ്റ്, 1847 ഇന്ത്യൻ ഹിന്ദു മാര്യേജ് ആക്ട് പ്രകാരം സിവിൽ കോൺട്രാക്റ്റ്. മുസൽമാൻ്റെ കല്യാണം ശരീഅത്ത് നിയമപ്രകാരം സിവിൽ കോൺട്രാക്റ്റ്. പക്ഷേ നിങ്ങളുടെ കല്യാണം കവനൻസ്. ഹിന്ദുക്കൾക്ക് ഡൈവോഴ്സ് എളുപ്പത്തിൽ കിട്ടും, മുസ്ലിങ്ങൾക്ക് ഡൈവോഴ്സ് എളുപ്പത്തിൽ കിട്ടും. പക്ഷെ നിങ്ങൾക്കോ ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ. മത്തായി 19:6 ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം യോജിപ്പിച്ചു. ഇന്ന് ഡൈവോഴ്സ് കൊടുത്ത കാലമാണ്. ഞാൻ അച്ഛനാണ്, ഒപ്പം പ്രൊഫഷണൽ കോടതിയിൽ പോകുന്ന വക്കീലുമാണ്, കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്ന് വിവാഹത്തിൻ്റെ കേസുകൾ ഒരുപാട് വരുന്ന കാലം. ഒരുത്തൻ കുടുംബ കോടതിയെ സമീപിച്ച് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവൻ പറഞ്ഞു 15 വർഷം. എത്ര മക്കളുണ്ട്? 3 മക്കൾ. 3 മക്കളും 15 വർഷമായപ്പോഴാണ്. കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ ചിന്തിക്കാൻ മേലായിരുന്നു. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാണ്. അതെന്താ? മൂടച്ചട്ടി, പ്ലേറ്റ്, കപ്പ്, സ്പൂണ്, പോർക്ക്, കോപ്പ, ബക്കറ്റ് എടുത്ത് ഇവിടെ നിൽക്കിയിട്ട് എയറോട് എയർ. ജഡ്ജി പറഞ്ഞു 15 വർഷം സഹിച്ചാൽ ഇപ്പോൾ എന്താ? അപ്പം പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി അടുത്തിടെയായി അവർക്ക് ഉന്നമായിട്ട് വരുന്നു. നേരത്തെ കൊള്ളുകയല്ലായിരുന്നു, ഉന്നമായിട്ട് വരുന്നു. ജഡ്ജിക്ക് മുറിക്കാൻ മടി. ജഡ്ജി പറഞ്ഞു, 3 മക്കളല്ലേ, കൃത്യം പപ്പാതി വീതം വെക്കാമെങ്കിൽ ഡൈവോഴ്സ്. വെട്ടി മുറിക്കാൻ പറ്റുമോ? അവൻ ബിരുദനാണ്.
അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി 1 വർഷം കൊണ്ട് തന്നാൽ മതി, അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെയും കൂട്ടിപ്പോയി. താമസിയാതെ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ്. 4-ാം പ്രസവത്തിൽ 4-ാമത്തെ കുഞ്ഞാകുമ്പം 2-2 എന്ന് പകുക്കാം. പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ അവൻ്റെ ഗതികേട്, അവൻ്റെ ഭാര്യ 4-ാമത് പ്രസവിച്ചത് ഇരട്ട പിള്ളേർ 5 പോയെന്ന്. അതിൽ ഓർത്താലും നടക്കണമെന്നില്ലല്ലോ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം യോജിപ്പിച്ച കുടുംബം, ആ കുടുംബത്തെ 2 വിധത്തിൽ നമുക്ക് പണിയാം. ഇങ്ങനെയുള്ള കൺവെൻഷൻ, അത് തിരുവല്ല കൺവെൻഷൻ വരുമ്പോഴും മാരാമൺ വരുമ്പോഴും ഇങ്ങനെയുള്ള ലോക്കൽ സിനഡ് പോലെ കൂടുമ്പോഴും കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം 2 വിധത്തിൽ വീട് പണിയാം. ഒന്ന്, ഉൽപ്പത്തി 11-ലെ ബാബേൽ ഗോപുരം. 2, അപ്പസ്തോല പ്രവൃത്തിയിലെ സിയോൻ മാളിക. 2 വിധത്തിൽ വീട് പണിയാം. ഒന്ന്, ബാബേൽ ഗോപുരം പോലെ. ഒരു ഭാഷ, ഒരു ദേശം, ഒരു സംസ്കാരം, ഒരു ശൈലി. പക്ഷെ ഭാഷ ചതറിപ്പോയി. കമ്പ് ചോദിക്കുമ്പം കല്ല്, കല്ല് ചോദിക്കുമ്പോൾ സിമെൻറ്റ്, സിമെൻറ്റ് ചോദിക്കുമ്പോൾ മണൽ, മണൽ ചോദിക്കുമ്പോൾ വെള്ളം. ഭാഷ ചതറിപ്പോയി. അഞ്ചലിലും പരിസരത്തുള്ള നിങ്ങളുടെ വീട് ബാബേൽ ഗോപുരമാണോ? 65 വയസ്സുള്ള അമ്മായിമ്മ പറഞ്ഞത് മരുമകൾക്ക് പിടികിട്ടുന്നില്ല. മരുമകൾ പറഞ്ഞത് അമ്മായിമ്മയ്ക്ക് സുഖിക്കുന്നില്ല. മക്കൾ പറഞ്ഞത് കാരണന്മാർക്ക് ദഹിക്കുന്നില്ല. കാരണന്മാർ പറഞ്ഞത് മക്കൾക്ക് സ്വീകാര്യമല്ല. ഭാഷ ചിതറിയ ബാബേൽ ഗോപുരങ്ങൾ, ഭാഷ ചിതറിയ ബാബേൽ ഗോപുരങ്ങൾ. ആഗ്രയിലെ വിശ്വവിസ്മയം, വെണ്ണക്കല്ലിൽ സഫലമായ താജ്മഹൽ. ആ താജ്മഹലിനെ നോക്കി വിശ്വകവി ടാഗോർ ഇങ്ങനെ എഴുതി: കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർ തുള്ളി. നമ്മൾ കാണുന്നുണ്ട് മുംതാസിൻ്റെ അതിമനോഹരമായ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും സ്നേഹത്തിൻ്റെ പ്രേമകുടീരം, അതിനകത്ത് 2 ഉണങ്ങിയ ശവങ്ങൾ. നമ്മുടെ വീട് ഒരു താജ്മഹലാണ്. നല്ല ഉഗ്രം വീട്, ഇഷ്ടംപോലെ മുറി, പല നില, എല്ലാം ഉണ്ട്. ശകത്ത് 2 ഉണങ്ങിയ ശവങ്ങൾ. മിസ്റ്റർ സക്കറിയായും മിസ്സസ് എലിസബത്തും. നിത്യം അവനും കുത്തിയിരിപ്പ്, വർത്തമാനം പറഞ്ഞ ഒന്നുമില്ല. ചായക്കടയിൽ ഇഷ്ടംപോലെ വർത്തമാനം, എവിടെ ചെന്നാലും വർത്തമാനം. കുടുംബത്തിൽ സ്വർഗമായിട്ട് കുടുംബം മാറണമെങ്കിൽ വീട്ടിൽ വർത്തമാനം വേണം. പല കുടുംബ കേസും തീരുന്നത് ഭാര്യ ഭർത്താക്കന്മാർ അടുത്തിരുന്ന് വർത്തമാനം പറയുമ്പോഴാണ്. ഞാൻ പറയാറുണ്ട്, 15 മിനിറ്റ് എത്ര തിരക്കാണെങ്കിലും വർത്തമാനം പറയണം. കുടുംബശ്രീയും ഗോശ്രീയും ജനശ്രീയും പാർട്ടിയും പഞ്ചായത്ത് ഇലക്ഷനുമൊക്കെ നാളെ കടന്നു പോകും. നിൽക്കുന്നത് കുടുംബമാണ്. അവിടെ വർത്തമാനം വേണം, സ്നേഹം വേണം. പ്രായമായ കാരണന്മാരെ കേൾക്കുന്ന മക്കളും മരുമക്കളും, പങ്കാളിയെ കേൾക്കുന്ന പാർട്ട്ണർ, കുഞ്ഞുങ്ങളെ കേൾക്കുന്ന പേരൻസ് കേൾക്കണം. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നല്ല ദാമ്പത്യം ഉണ്ടാകാൻ 15 മിനിറ്റ് അടുത്തിരുന്ന് മിണ്ടണം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു 15 മിനിറ്റ് വേണ്ടി മനുഷ്യൻ 5 മിനിറ്റ് എന്നോട് മിണ്ടിയാൽ മതി. സന്ധ്യ ആകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി. എന്താ 3 അടി? 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ വർത്തമാനമില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കെൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേർ നോക്കി ഒരു തൊഴി കൊടുക്കാനാ തോന്നുന്നു. ഞാൻ ചോദിച്ചു, അതെന്നെ അടി? ആദ്യ രാത്രിയിൽ മുട്ടി ഉരുമി കൊച്ചു വർത്താനവും പറഞ്ഞ് പുതപ്പിന് കീഴെ ചൂടടിച്ച് കിടക്കാവുന്നോർത്തപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് എന്നോട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടി? ഇതെന്നെ അച്ഛാ, ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളെന്നെ കെട്ടിക്കൊണ്ടുവന്ന്? നീനാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛാ, വിവാഹത്തിലൊരുക്കിയ മനഃശാസ്ത്രം പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു പുതുജീവിതം ആരംഭിക്കല്ലേ, പൊതുവിജ്ഞാനം രക്ഷിക്കാൻ വേണ്ടി വിഷയം എടുത്തിട്ടു ഇത്രയും വലിയ വിഷയമാകുമെന്ന് ഒരിക്കലും ഓർത്തിരുന്നില്ല. ഇപ്പം വീട് വർത്തമാനത്തിന് സ്ഥലമാകണം, അല്ലെങ്കിൽ അത് ബാബേൽ ഗോപുരം. സിയോൻ മാളിക, സെനക്കിൾ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി ഒരേ ഭാഷയിൽ മനസ്സിലായി. ഭർത്താവ് എന്തു പറഞ്ഞാലും അതേ അരൂപിയിൽ ഭാര്യ മനസ്സിലാക്കണം. ഭാര്യ എന്തു പറഞ്ഞാലും അതേ ചൈതന്യത്തിൽ ഭർത്താവ് ഉൾക്കൊള്ളണം. കാരണന്മാരെന്തു പറഞ്ഞാലും ആ ചൈതന്യത്തിൽ മക്കൾ ഉൾക്കൊള്ളണം. മക്കൾ പറയുന്നത് അതേ സ്പിരിറ്റിൽ പേരൻസ് ഉൾക്കൊള്ളണം. അവിടെയാണ് വീട് സിയോൻ മാളികയായിട്ട് മാറുക. ആ വീട് വേണമെങ്കിൽ സ്വർഗമാക്കാം, വേണമെങ്കിൽ നരകമാക്കാം. ഈ ലോക ജീവിതത്തിൻ്റെ തുടർച്ചയാണ് സ്വർഗവും നരകവും എന്ന് പറയുക. എന്നും വഴക്കുള്ള കുടുംബത്തിൽ മരണാന്തരവും നരകം തുടരും.
സ്നേഹമുള്ള കുടുംബത്തിൽ മരണാനന്തരവും സ്നേഹത്തിൻ്റെ സ്വർഗം തുടരും. സ്വർഗം തുടരും. ആ ഉറപ്പ് നമുക്ക് എന്നും വേണം ജീവിതത്തിൽ. ഒരു വീട്ടിൽ മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും. മത്തായി ചേട്ടൻ നല്ലയാളാണ്, കുടിച്ചാൽ പരമ ചേറ്റയാണ്. ഭാര്യയെ അടിക്കും, മക്കളെ ഇടിക്കും, പാത്രം സ്ഥലം മാറി പായും. 70-ാം വയസ്സിൽ മത്തായി ചേട്ടൻ മരിച്ചു. സ്വർഗത്തിൽ കയറാൻ പുണ്യവുമില്ല, നരകത്തിൽ വിടാൻ പാവവുമില്ല. ചുമ്മാ ഇടയ്ക്കിരിക്കും കുറേ നാൾ, പിന്നെ കയറ്റാവുന്ന സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ പറഞ്ഞു. മത്തായി ചേട്ടൻ 20 വർഷമായിട്ട് സ്വർഗത്തിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുക. 20-ാം വർഷം മറിയാമ്മ ചേട്ടത്തി മരിച്ചു ചെയ്യുന്നു. സ്വർഗത്തിൻ്റെ അധിപൻ പറയും, മറിയാമ്മേ, ഭൂമിയിൽ ഒരുപാട് സഹിച്ച നിനക്ക് ഇന്ന് സ്വർഗത്തിൽ കയറാം. കെട്ടിയവൻ ഇനിയും കയറിയിട്ടില്ല. മറിയാമ്മയ്ക്ക് സ്വർഗത്തിൽ കയറണോ? ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. തെറ്റാതെ പറഞ്ഞോ സ്വർഗത്തിൽ കയറ്റാം. ചോദിച്ചോളാൻ പറഞ്ഞു. ലവ്. മറിയാമ്മ ഈസി, LOV, ലവ്. കയറിക്കൂ. ഇനി 3 മണിക്കൂർ മറിയാമ്മ സ്വർഗത്തിൻ്റെ കാവൽക്കാരി. സ്വർഗത്തിൽ കയറാൻ ആര് വന്നാലും വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കണം. ചോദിക്കേണ്ട 5 വാക്കുകൾ ഏതെങ്കിലും ഒന്നിൻ്റെ കൃത്യം പറഞ്ഞാൽ മതി. ജീസസ്, പ്രൈസ്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. മറിയാമ്മയ്ക്ക് കയ്യിൽ വേണ്ടാണ്ട് എക്സ്ട്രാ പീസ് ഇട്ട് ചോദിച്ചോളാൻ പറഞ്ഞു. മറിയാമ്മ നിന്നു. കൂട്ടുകാരി ലില്ലിക്കുട്ടി വന്നു. എന്നതാടി ആമേൻ്റെ സ്പെല്ലിങ് പറഞ്ഞു കയറ്റി വിട്ടു. ഗ്രേസി വന്നു, ജീസസിൻ്റെ സ്പെല്ലിങ്. ലൂസി വന്നു, ഗ്ലോറിയുടെ സ്പെല്ലിങ്. അന്നാണ് കെട്ടിയവൻ്റെ ഊഴം. മത്താച്ചേട്ടൻ കയറാൻ വേണ്ടി കുനിഞ്ഞു വരിക. ഭാര്യ എടുത്ത്, ഭൂമിയിൽ എനിക്കൊരു പണി വന്നവന് എന്നൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. കെട്ടിയവൻ ചോദിച്ചു, ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതെ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് എന്നെ സ്വർഗത്തിൽ കയറ്റാവോ? പറ്റിയല്ല, പരീക്ഷ പാസ്സാകണം. അതെന്താ? വാക്കിൻ്റെ സ്പെല്ലിങ് തെറ്റിയാൽ കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, ആവർത്തിച്ചാൽ കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല. ചോദിക്കടി, ചാൻസ് ഒന്നേ ഉള്ളൂ, ചോദിക്കടി. പിന്നെ പിണക്കൊന്നും തോന്നിയേക്കല്ല. സമയങ്ങളാ ചോദിക്കടിയെന്ന്. ശരി, ചെക്കോസ്ലോവാക്കിയാണ് സ്പെല്ലിങ് പറയാവോ? അതോടെ മത്തായി ചേട്ടൻ എന്നേക്കും ഔട്ടായെന്ന. ഈ ലോകത്തിലെ സ്വർഗമാ നിത്യതയുടെ സ്വർഗം, ഈ ലോകത്തിലെ നരകമാ നിത്യതയിലെ നരകം എന്ന് പറയുക. ദൈവം സ്നേഹത്തിൽ സ്ഥാപിച്ചു എന്ന് പറയുന്ന വാക്കുണ്ട്. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. എന്താ അതിൻ്റെ അർത്ഥം? നഗ്നത എന്ന് ഉൽപ്പത്തിയിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഫ്രീഡം. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നും ഉണ്ടായിരിക്കരുത്, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നും ഉണ്ടായിരിക്കരുത്. ഒളിച്ച കാശിടപാട് വേണ്ട, ഒളിച്ച സുഹൃത്ബന്ധം വേണ്ട, ഒളിച്ച വാട്സപ്പ് മെസ്സേജ് ഇല്ല, ഒളിച്ച സന്ദർശനങ്ങളില്ല. നേരെ വാ, നേരെ പോ. അതാണ് നഗ്നത. ലജ്ജ തോന്നിയില്ല. കണ്ടിട്ടില്ലേ കുഞ്ഞു പിള്ളേരെ? നൂൽ ബന്ധമില്ലേലും വല്ല നാണമുണ്ടോ? കൈയും വീശി പോകുന്ന കണ്ടതൊന്നും കാലത്തെ യുദ്ധത്തിന് പട്ടാളക്കാരൻ പോകണമെന്നല്ല, നാണത്തിൻ്റെ വ്യസനമില്ല. ഞാൻ വീഡിയോ ഓരോ വീട്ടിലും വിശുദ്ധജലം തെളിച്ച് ആശീർവദിച്ച് പോവുക. ഇപ്പോൾ ഒരു 3 വയസ്സുകാരൻ പൊന്നരിങ്ങാണം മാത്രമിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞു, ചേർക്ക നാണമില്ലേ? ഒരച്ഛൻ വന്ന കണ്ടില്ലേ? അകത്ത് പോയി എന്നത് ഇട്ടുകൊണ്ട് വാടാ. അമ്പോൾ ഈ ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഈ കള്ളുകുടിയന്മാർക്കും ഈ സ്വാതന്ത്ര്യമുണ്ട്. 2 വർഷം മുമ്പ് ക്രിസ്മസിൽ പാല KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ ഞാൻ ബെറുത്താനം ആശുപത്രിയിൽ രാവിലെ 9:30 കുർബാന അർപ്പിക്കാൻ പോവുക. ഞാനിങ്ങനെ പോകുമ്പോൾ 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ വാതുക നിൽക്കുന്നു. ഒരു കുടിയൻ ജനിച്ച പാടെ നൂൽ ബന്ധമില്ല, കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയൻ ഒരു കീറത്തുണി ഉടുത്തില്ലാ പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നു. ഞാനിതിലെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയാ, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ സഭയുടെ മക്കളെ മറക്കല്ല്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പോഴെങ്കിലും നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതിലേലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഒളിപ്പിക്കുന്ന കുടിയൻ ഒളിക്കാനും മറയ്ക്കാനുമില്ല. കുടുംബത്തിൽ ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. നേരെ വാ, നേരെ പോ. ആ വീടിനെ വിളിക്കും കാനാൻ ദേശം. ബൈബിളിലെ അതിമനോഹരമായ സ്ഥലം കാനാൻ ദേശം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ, ഒന്ന് പാല്, 2 തേന്. ഒരു കുടുംബത്തിൽ ഈ 2 അനുഭവം വേണം. എന്താ പാല്? ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം പാല്. ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, താമസിക്കാൻ വീട്,
മർത്തോമാ സഭയിലെ അംഗങ്ങളെ സംബന്ധിച്ച് ഈ പാൽ അനുഭവത്തിന് വലിയ കുറവൊന്നുമില്ല. എത്രയോ നമ്മൾ വളർന്നു, സാമ്പത്തികമായി എല്ലാ രീതിയിലും ഒരുപാട് വളർച്ചയുണ്ട്. പക്ഷെ ഇല്ലാതെ പോകുന്നത് തേനനുഭവം. തേനനുഭവം ഇല്ലെങ്കിൽ മതം മാറി കല്യാണം നടക്കും, വീട്ടിൽ നിന്ന് ഒളിച്ചു പോകും, ഡൈവോഴ്സിന് കേസുണ്ടാവും, ആത്മഹത്യ ഉണ്ടാവും. തേനനുഭവമില്ല. എന്താ തേൻ? മുറിവിൽ പുരട്ടുന്ന സ്നേഹം, അതാണ് തേൻ. ഭാര്യയ്ക്ക് ഒരു മനപ്രയാസം വരുമ്പം കെട്ടിയവൻ പറയുക, ദൈവം നീതിമാനാടി, കൊടുത്താൽ കൊല്ലതും കിട്ടും, കെട്ടിയ നാളുകൾ ഇളകി നടന്നതല്ലേ, കുത്തിയിരുന്ന് അനുഭവിക്കടി. അവിടെ തേനനുഭവം ഇല്ലല്ലോ. അവൻ പറയണം, എടി മക്കൾ വല്ലതും പറഞ്ഞിരുന്ന കണ്ട് നീ സങ്കടപ്പെടേണ്ട, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കല്ലെന്നല്ലേ കാരണന്മാർ പറഞ്ഞത്. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. മക്കൾ പക്ഷി കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. ഇതാണ് തേനനുഭവം. മോൻ്റെ പെരുമാറ്റത്തിൽ ഭർത്താവിൻ്റെ മനസ്സ് മുറിയുമ്പോൾ ഭാര്യ, എന്നെ ഒരുപാട് പീഡിപ്പിച്ചതല്ലേ, ദൈവത്തിൻ്റെ വകുപ്പാണ്, അനുഭവിച്ചോളൂ, അത് പിശാചാണ് അങ്ങനെ പറയുന്ന ഭാര്യ. അവൾ പറയും, ആരെന്ത് പറഞ്ഞാലും ഇങ്ങേർക്ക് ഞാനുണ്ട്, എനിക്ക് ഇങ്ങേരുണ്ട്. നമ്മൾ തുറമുഖം, മക്കൾ കപ്പൽ. കപ്പൽ പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. വാക്കിൽ തേനിൻ്റെ അനുഭവമുണ്ടോ? ഇല്ലെങ്കിൽ ബന്ധങ്ങൾ തകരും. വീട് കാനാൻ ദേശമാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും സ്വന്തം ഭാര്യയുടെ കുറ്റം പെങ്ങന്മാരോടോ സഹോദരന്മാരോടോ കുടുംബാംഗങ്ങളോടോ ഒരു ഭർത്താവ് പറയല്ലേ. സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം ആങ്ങളമാരോടോ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ഒരു സ്ത്രീ ഷെയർ ചെയ്ത് തൊണ്ട പുഴുത്തോ ഞൊണഞ്ഞിറക്കുക, ആരോടും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. ഒരിക്കലും സ്വന്തം മക്കളെ കേൾക്ക് കെട്ടിയവനെ താഴ്ത്തുന്ന വർത്തമാനം ഭാര്യ പറയല്ലേ. സ്വന്തം മക്കൾ കേൾക്ക് ഭാര്യയെ താഴ്ത്തുന്ന വർത്തമാനം ഭർത്താവും പറയല്ലേ. വീട് കാനാൻ ദേശം. ഒറ്റയ്ക്ക് തിരുത്താം, ശാസിക്കാം. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അപ്പനെ ഏറ്റവും വിലപ്പെട്ടവനെ പോലെ അമ്മയെ അവതരിപ്പിക്കണം, അമ്മയെ ഏറ്റവും വിലപ്പെട്ടവളെ പോലെ ഭർത്താവ് അവതരിപ്പിക്കണം. അവിടെയാണ് കാനാൻ ദേശം. 4 പെണ്ണുങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളിമുറ്റിൽ നിന്ന് വർത്താനം പറയുക. അപ്പോൾ ഓരോ സ്ത്രീയും സ്വന്തം കെട്ടിയവനെക്കുറിച്ച് പറയുക. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ ഒരു കിഴങ്ങൻ, എപ്പോഴും മൊബൈൽ ചൊറിയുക, ടി വി കാണുക, മിണ്ടാൻ സമയമില്ല, ഈ കിഴങ്ങനെയാണല്ലോ എനിക്ക് കിട്ടിയത്. രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ ഏത് പെണ്ണുങ്ങൾ പോയാലും വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ഇതുകൂട്ട് കോന്തനെയാണല്ലോ എനിക്ക് കിട്ടിയത്. മൂന്നാമത്തെ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് പുകവലി, മയക്കുമരുന്ന്, കള്ള്, എന്തൊരു നാറ്റം, ഇതുകൂട്ട് കിഴങ്ങനെ എനിക്കും കിട്ടിയല്ലോ. അപ്പം നാലാമത്തെ സ്ത്രീ പറഞ്ഞു, നമ്മൾ ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയാനാണെങ്കിൽ എൻ്റെ കിഴങ്ങനെക്കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്, ഞാനായിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. വീട് കാനാൻ ദേശമായിരിക്കണം. വീട് ഒരു കാനാൻ ദേശം. വീട് കാനാൻ ദേശമാകാൻ, സിയോൻ മാളികയാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളിലേക്ക് ദമ്പതികൾ തിരിച്ചു പോകണം. 10 പ്രമാണങ്ങൾ. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ല മറ്റു ദൈവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥന, വേദപുസ്തക വായന, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, പള്ളിയോട് ചേർന്നുള്ള നിപ്പ്, ഇതിനൊരിക്കലും വീഴ്ച വരുത്തരുത്. ഞായറാഴ്ച ആചരണത്തിന് വീഴ്ച വരുത്തരുത്. എൻ്റെ അമ്മയായ സഭ വേർതിരിച്ച ദിവസങ്ങളിൽ വിശുദ്ധിയോടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കണം. സന്ധ്യാ നമസ്കാരങ്ങളിൽ പങ്കെടുക്കണം. ദൈവത്തിന് 1-ാം സ്ഥാനം. ചിലപ്പം ചില വീട്ടിൽ പ്രാർത്ഥനാ സമയം സീരിയൽ മോഷിക്കുന്ന കാണാം. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ആങ്ങളെ രാത്രി ഞാൻ ഫോൺ വിളിച്ചു. അമ്മാവൻ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ, ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് തമ്മിൽ കാണുക. പിന്നെ പിടിയിട്ടത് അന്നത്തെ ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. 2 പേരും ഇതും കണ്ടിരിക്കുന്നു. ഈയിടെ പാലായിൽ 75 വയസ്സുള്ള അമ്മച്ചി അയൽവകത്തെ 50ഓളം പിള്ളേർക്ക് ജിലേബി, ലഡു, മുട്ടായി വിതരണം ചെയ്തു. അപ്പം ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ഈ മുട്ടായി? ആൻറ്റിയുടെ മറുപടി, 6 മാസമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു, അതിൻ്റെ സന്തോഷത്തിനാണ് ലഡു നാട്ടുകാർ കൊടുക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ 3 വാക്കുകൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയണം. 3 വാക്കുകൾ. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു.
ദാമ്പത്യത്തിൽ പിശുക്കില്ലാതെ പറയേണ്ട 3 വാക്കുകൾ. ഒന്ന്, പ്ലീസ്. പഴയ അപ്പനമ്മമാർ കാടൻ മനുഷ്യര, പ്രാകൃതമായ ഭാഷ. ചോറ് വിളമ്പടി, കറി ഒലത്തടി, ചായ എടുക്കടി. ഈ കൽപ്പന ഇന്ന് പോയി. മോളെ ഒരു ചായ കുടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ ഡയലോഗിൻ്റെ ഭാഷയിൽ ഭർത്താവ് ഭാര്യയോട് വിടണം, ഭാര്യ ഭർത്താവിനോട്. 2 ദിവസമായി പഞ്ചസാര തീർന്ന കാര്യം പറയുന്നു. ഇന്നും കൂടെ മേടിച്ചെങ്കിൽ സത്യമായിട്ട് നാളെ താൻ പഞ്ചാരയില്ലാത്ത കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് വാക്കുകയില്ല. പ്ലീസ്. 2, സോറി. തെറ്റുപറ്റിയോ ഭാര്യയോട് സോറി പറയണം. പൗലോസ്ലീഹ പറയുന്നു, സൂര്യാസ്തമയത്തിന് മുമ്പ് കോപാസ്തമയം. എന്താണ് മനഃശാസ്ത്രം? പിണക്കം മനസ്സിൽ വെച്ച് ഉറങ്ങിയോ ഉറക്കത്തിൽ അത് രക്തത്തിൽ വ്യാപിക്കും. പിറ്റേ ദിവസം ഇരട്ടിയാവും. ഒരാഴ്ച കഴിയുമ്പം മിണ്ടാത്ത ദമ്പതികളായിട്ട് മാറും. സൂര്യാസ്തമയത്തിന് മുമ്പ് കോപം അസ്തമിച്ചിരിക്കണം. അരിശം വരുന്ന ഭാര്യ ഭർത്താവിനോട് താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. ഒടിയാൻ വേണ്ടി പറഞ്ഞതല്ലോ, നോർമലാകും പറയണം. പൊന്നു മനുഷ്യ, അരിശത്തിന് പറഞ്ഞതാ, സോറി. മനസ്സിൽ വെച്ചേക്കല്ലോ കേട്ടോ, ഒരു സോറി. ഭർത്താവ് ഭാര്യയോട്, എൻ്റെ എൻ്റെ മരണം വരെ നിന്നെ ഞാൻ സ്നേഹിക്കും. ഞാൻ മരിച്ചാലോ മിണ്ടാതിരി, എനിക്ക് പ്രാന്ത് പിടിക്കും. പ്രാന്തൊക്കെ പിടിക്കട്ടെ, ചേട്ടൻ വേറെ വല്ല പെണ്ണുങ്ങളും പോയി കെട്ടുമോ? എൻ്റെ പ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നൊക്കെ കാണിക്കുമെന്ന് ആർക്കാ പറയാൻ പറ്റുമോ? ഇപ്പം ചില പദങ്ങളുണ്ട്, അവിടെ പറയണം സോറി. അറിയാതെ പറഞ്ഞ വാക്കിന് ഒരു സോറി പറയണം. സോറി. അപ്പോൾ 1, പ്ലീസ്. 2, സോറി. അവിടെയാണ് ഈ 3 വാക്കുകൾ. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. സോറി പറയുമ്പോൾ 3 പ്രമാണങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ പാലിക്കണം. 1, കോപം വരുമ്പോൾ വർത്തമാനം പറയൽ. അതാണ് ദാമ്പത്യ മനഃശാസ്ത്രം. കോപം വരുമ്പോൾ വർത്തമാനം പറയൽ. അരിശം വരുമ്പം പലതും പറയാൻ തോന്നും, പക്ഷെ മൗനം പാലിക്കണം. അരിശത്തിൽ പറയുന്നത് ഉള്ളിലെ പിശാചാണ്, നമ്മളല്ല. പിന്നെ മനസ്സിന് ദുഃഖം വരും. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അരിശമെന്നോ മെടിക്ക് ഭാര്യ അടുക്കളയിൽ ചെല്ലുക, വാതിൽ ചാരുക, ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുക, ചീനിച്ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, തിളയ്ക്കുമ്പോൾ ഉള്ളി അരിഞ്ഞിടുക, കരിവേപ്പില മുറിച്ചിടുക, കരിക്ക് ശരിക്കിടുക, തവി കൊണ്ട് ഇങ്ങനെ ഒലത്തണം. ഒലത്തി അരിശം പോകുന്നവരെ ഇങ്ങനെ ഒലത്തിക്കോട്ട് നിൽക്കണം. അല്ലെ ഒലത്തിയ വർത്തമാനം വായിന്ന് വരും, വരാതിരിക്കാൻ അങ്ങനെ നിൽക്കണം. അരിശം വരുന്ന കെട്ടിയവൻ വല്ലതും പറയാൻ തോന്നിയോ മുറി കയറി മൊബൈലെടുത്തിട്ട് 1 മാസത്തെ വാട്സപ്പ് വിട് ഒന്നുകൂടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാം തീർന്നിട്ട് മിണ്ടാവും. കോപം വരുമ്പോൾ വർത്തമാനം പറയൽ. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. ഒരു സാമ്പത്തിക തകർച്ച വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, ചത്തേക്കാം, പോയേക്കാം, തോന്നിയ പോലെ ചെയ്തേക്കാം, ഒരിക്കലും പറയല്ലേ. നിരാശ വരുമ്പോൾ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കണം, ഒരുമിച്ച് ദേവാലയ ശുശ്രൂഷയ്ക്ക് പോകണം, ഒരുമിച്ച് പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരത്ഭുതം നടക്കും. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് OTP എന്ന് പറയും. OTP എന്ന് പറഞ്ഞാൽ 1 ടൈം പാസ്വേഡ്. ഒരു രജിസ്ട്രേഷൻ സമയത്ത് മൊബൈലിൽ 6 അക്ക നമ്പറുള്ള ഒരു OTP വരും. അത് പറഞ്ഞാൽ മാത്രമേ രജിസ്ട്രേഷൻ നടക്കൂ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം ഒരു OTP തരും. ദാവീദിനെ സൗൽ കൊല്ലാൻ നോക്കിയപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു. ദൈവം ഒരു OTP കൊടുത്തു. ഒരു തുണി കെട്ടി മതിൽ ചാടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ആ OTPയിൽ ദാവീദ് പ്രവർത്തിച്ചു, രക്ഷപ്പെട്ടു. സൗൽ കൊല്ലാൻ വീണ്ടും പിടിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദാവീദിനോട് പറഞ്ഞു ഒരു വട്ടനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞു. ഒരു വട്ടനെ പോലെ വേഷം കെട്ടി അഭിനയിച്ചു, രക്ഷപ്പെട്ടു. ചില OTPകൾ ദൈവം നമുക്ക് തരും. നിരാശയുടെ നടുവിൽ ചുമ്മാ ഇരുന്നോളുക, പ്രാർത്ഥിക്കുക, വേണ്ടുന്ന വഴി കാണിച്ചു തരും. നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. ഭാര്യ നല്ല കരിമീൻ പൊളിച്ചു തന്നു. കെട്ടിയവൻ, എൻ്റെ മോളെ നിൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് ചേട്ടൻ 1 പവന് ഡിസ്കോമാല നിനക്ക് പണിയിച്ച് തരും. കൊടുക്കാൻ പറ്റിയാലേ കൂടെ പറയാവൂ. പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് ഡിസ്കോമാലയ്ക്ക് വരും ഡിസ്കോ ഡാൻസ് വരയ്ക്കുക എന്നുണ്ടാവും. ആവശ്യമില്ലാതെ വാഗ്ദാനം കൊടുക്കരുത്. അപ്പോൾ 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. നന്ദി പറയാൻ പഠിക്കണം. നമുക്കില്ലാത്തതാ. മക്കളുമൊക്കെ ഇനി അവരോട് എന്നാ നന്ദി പറയാനാ? വിദേശി ചെല്ലണം, എന്തൊരു നന്ദിയാ. ഭർത്താവ് നല്ല ചുരിദാർ മേടിച്ചു കൊടുത്തു, ഭാര്യ പറയും താങ്ക് യു മാൻ, നല്ല മാച്ചിങ്ങാ, താങ്ക് യു. ഭാര്യ ഓംലെറ്റ് കൊടുത്തു, താങ്ക് യു ഹണി, നല്ല ടേസ്റ്റാ, ഒരു നന്ദി പറയും. ഇത് കേട്ടു.
ഇന്ന് രാത്രി 9 മണിക്ക് ഭാര്യ ചൂട് കഞ്ഞി, ചെറുപയർ തോരൻ, കടുമാങ്ങ വിളമ്പലും. താങ്ക് യു ലില്ലിക്കുട്ടി. ഭാര്യയ്ക്കും മനുഷ്യ വട്ടി പിടിച്ചെന്ന് ചോദിക്കും. ചുമ്മാ പറയുകയല്ല, ജീവിതം കൊണ്ട് തോന്നണം എൻ്റെ ഭർത്താവിനൊരു നന്ദിയുണ്ട്. ഞാൻ 100 ഭർത്താക്കന്മാരെയും 100 ഭാര്യമാരെയും പറഞ്ഞിങ്ങാതെ ധ്യാനിപ്പിക്കുക. കുടുംബ വിശദീകരണ ധ്യാനം. 65 വയസ്സ് പ്രായമുള്ള ഭർത്താവും ഭാര്യയും കൗൺസിലിങ്ങിന് പോകും. രണ്ടുപേരുടെ മുഖം വല്ലാതെ വീർത്തിരിക്കുന്നു. കൗൺസിലിംഗ് കഴിഞ്ഞും പിടിയിട്ട് കുഴപ്പം കെട്ടിയവൻ്റേതാ. ഒരു നല്ല വാക്ക് പോലും ഭാര്യയോട് പറയല. ഭാര്യയ്ക്കാണെങ്കിൽ നല്ല വാക്ക് കേൾക്കാൻ വല്ലാത്ത ആഗ്രഹമുള്ളവളും. ഞാൻ വെറുതെ ഭാര്യ നല്ല ചക്കുക്കുരുമാങ്ങ കറി വെച്ചിരുമ്പോൾ കൊള്ളാവല്ല മോളെ, നല്ല ടേസ്റ്റാണ്, ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? തുണി അലകുമ്പോൾ മുറിക്കകം തുടച്ചു വരുമ്പോൾ ഒരു നല്ലത് പറഞ്ഞുകൂടെ? കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ അവളും പിള്ളേരോട് തിന്നുന്നില്ലേ, ഞാൻ തന്നെ നല്ലത് പറയണോ? ഞാൻ പറഞ്ഞു, മുരിങ്ങക്കായും ചെമ്മീനും കറി വെച്ച് തന്നാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ് ഭാര്യയ്ക്ക് കിട്ടുകയില്ല. കെട്ടിയോണ്ട് നല്ല വാക്കേ ഉള്ളൂ, പിശുക്കാതെ പറയണം. സമ്മതിച്ചു പോയി. തിങ്കൾ രാത്രി 8 മണിക്ക് അത്താഴവും കത്തിരിക്കുക. സാധാരണ ഐറ്റം ചൂട് കഞ്ഞി, ചെറുപയർ തോരൻ, പപ്പടം കാய்ച്ചതാണ്. 8:05 ഭാര്യ ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വെച്ച് ചക്കപ്പുഴുക്കും ഒരു പാത്രം നിറയെ വറുത്തരച്ച് കോഴിക്കറിയായിട്ട് വന്നു. കഞ്ഞിയും ചമ്മന്തിയും കാക്കുമ്പോഴാണ് ചക്കപ്പുഴുക്കും കോഴിക്കറിയും. സന്തോഷമായി. പുഴുക്ക് മൊത്തം നിന്നു, പ്ലേറ്റ് വടിച്ച് നോക്കി, കഷ്ണം മൊത്തം കൂട്ടി അരപ്പ് നീട്ടി നോക്കി, ഒരേമ്പൊക്കവും വിട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം നല്ലത് പറഞ്ഞു. യശിമോളെ താങ്ക് യു, 30 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭക്ഷണം, എന്നാൽ നല്ല രുചിയാടി. അവൾ ഒറ്റ കരച്ചിൽ. എന്തിനാണ് കരയുന്നത്? ജോസഫ് അച്ഛൻ പറഞ്ഞില്ലായിരുന്നു നല്ലത് കിട്ടുമ്പം നല്ലത് പറയണമെന്ന്? അവൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ നേരാ, എന്നാലും പൊന്നു മനുഷ്യ, കഴിഞ്ഞ് 3 പതിറ്റാണ്ട് കാലം ഞാൻ തനിക്ക് വെച്ച് വിളമ്പി തന്നിട്ടും ഈ നല്ലതൊന്നും പറയാനില്ല. അയൽവക്കത്തെ ആൻസമ്മയുടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ നല്ലത് പറയാത്. എവിടുന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ടേ പറയാവൂ. ഇപ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ പ്രോത്സാഹന വാക്കുകൾ പറയാൻ പിശുകയല്ല. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ തെറി വാക്ക് അപ്പൻ്റെ വായിന്ന് ഒരിക്കലും വീഴരുത്. തെറിപ്പദം ഭാര്യയുടെ വായിന്ന് വീഴരുത്. ചീത്ത വിളിക്കുന്ന ഭർത്താവിന് ഭാര്യയുടെ മനസ്സിൽ വട്ടപൂജ്യം. ചീത്ത വിളിക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മനസ്സിൽ ഒരു 0. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചീത്ത വരുന്ന അപ്പനമ്മമാരെ കുറിച്ച് ഒരു വിലയുമില്ല. ഒരിക്കൽ പോലും ദൈവനാമം മലിനമാകുന്ന വാക്ക് നാക്കിൽ നിന്നും വീഴരുത്. ലോകത്തിൽ എല്ലാ ഭാഷയിലും തെറിയുണ്ട്. ലോക ഭാഷയുടെ തെറിക്ക് നീളക്കുറവാണ്. ഏറ്റവും നീണ്ട തെറി ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലാണ്. മലയാളത്തിൽ ഏതക്ഷരം കൊണ്ടും ഒരു തെറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗിന്നസ് ബുക്കിലെ ഏറ്റവും കൂടുതൽ തെറി മലയാളി ക്രിസ്ത്യാനി കുടുംബനാഥൻ കാസർഗോഡ് പറഞ്ഞ ഒരു തെറിയാണ്. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ് ഉള്ളടക്കം. ആര് തെറി കേട്ടോ? തെറി കേട്ടവൻ്റെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി എന്നാണ്. ചീത്തവാക്ക് പറയുമ്പോൾ ദൈവനാമം മലിനമാവും. മോശമായ പദം ഉപയോഗിക്കൽ. 3, കർത്താവിൻ്റെ ദിവസം കുടുംബത്തിൽ പരിശുദ്ധമായി ആചരിക്കണം. ഞായറാഴ്ച കുർബാനയ്ക്ക് വീഴ്ച വരുത്തരുത്. സ്വത്തിൻ്റെ അംശം എൻ്റെ സ്വന്തം പള്ളിക്ക് ഞായറാഴ്ച കൊടുക്കണം. എൻ്റെ സമയത്തിൻ്റെ അംശം മതബോധനത്തിനായിട്ട് പല പ്രാർത്ഥനാ രൂപത്തിലായിട്ട് സമയത്തിൻ്റെ അംശം, ആരോഗ്യത്തിൻ്റെ അംശം കസേര പിടിച്ചിടും ബെഞ്ച് പിടിച്ചിടും തുടച്ചു വാരും. സ്വത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ സമയത്തിൻ്റെ അംശം പള്ളിക്ക് കൊടുക്കണം. കർത്താവിൻ്റെ ദിവസം ഒപ്പം പെരയ്ക്കകത്ത് കർത്താവിൻ്റെ മണിക്കൂർ വേണം. മർത്തോമാ സഭക്കാർ അത് കൃത്യമായി ആചരിക്കുന്നുവെന്ന് ഒരുപാട് കുടുംബങ്ങളുമായുള്ള പരിചയത്തിൽ പറയാൻ പറ്റും. രാത്രി 7-നും 9-നും ഇടയിലുള്ള ഒരു സന്ധ്യാപ്രാർത്ഥന, അരമണിക്കൂർ കുറവും 20 മിനിറ്റ് കൂടുതലുമുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഒരു സന്ധ്യാപ്രാർത്ഥന കുടുംബത്തിൽ വേണം. ഞാൻ ആഫ്രിക്കയിലെ നൈജീരിയയിലെ ലാഗോസിൽ ധ്യാനിപ്പിക്കുവാൻ. കറുത്തവർഗക്കാരാണ്, 90% ക്രൈസ്തവരാണ്. മിക്ക വീട്ടിലും 10 മക്കളുണ്ട്, അപ്പനും അമ്മയും. വീടിൻ്റെ മുറ്റത്തു നിന്നും പറമ്പിൻ്റെ കോണിലേക്ക് എത്ര പേരുണ്ടോ അത്രയും നടപ്പ് വഴി വെട്ടിയിട്ടിരിക്കുക. ആ വഴി കൂടെ പോയി പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചൂട് ചായ കുടിക്കും, പണിക്ക് പോകും, 4 മണിക്ക് തിരിച്ചു വരും. കുറുക്ക് പോലെ കഴിച്ചിട്ട് ഓരോരുത്തരും നിശ്ചയിക്കേണ്ട വഴിയിലൂടെ ഓരോരുത്തരും പോയി കൈയടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കും. 20 മിനിറ്റ് കഴിഞ്ഞ് വന്ന് കാച്ചിയ ചൂടുപാൽ കുടിച്ചിട്ട് ഉറങ്ങാൻ പോകും. അമ്മയുടെ ജോലിയാണ്
പ്രാർത്ഥിക്കാൻ പോയില്ലെങ്കിൽ ആ ആൾക്കാരെ കണ്ടുപിടിക്കുക. മോനെ, നിൻ്റെ പ്രാർത്ഥനാ വഴിയിൽ പുല്ലുകെളുത്തല്ലോ. മനുഷ്യ തൻ്റെ പ്രാർത്ഥനാ വഴിയിൽ പുല്ലുകെളുത്തല്ലോ. കുറേ നാളായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നില്ലല്ലോ. അമ്മ ഓർപ്പിക്കും മക്കളെ, കുടുംബത്തെ. നിങ്ങൾ അപ്പനമ്മമാർക്ക് പ്രാർത്ഥനയുണ്ടെങ്കിലേ മക്കൾക്കും ആ പ്രാർത്ഥന കിട്ടൂ. നമുക്കുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ. 5 പഠിക്കുന്ന കുട്ടി സാറ് എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി. അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി. സാറ് കിളിക്ക് നുള്ളി അടിച്ചു. അവൻ അലരിക്കോട് പറഞ്ഞു യൂണിവേഴ്സിറ്റി. സാറ് അപ്പനോട് പറഞ്ഞു, എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്ന് പറയിപ്പിച്ചിട്ട് എനിക്ക് പിരിഞ്ഞാലും വേണ്ടിയല്ല. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെവി വെടിവെക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. അപ്പം പറഞ്ഞു, സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂ. അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ. നമുക്ക് പ്രാർത്ഥനയുണ്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ ദിവസവും കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. 4, കുടുംബത്തിൽ അനുഗ്രഹം വേണോ? മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പനമ്മമാർക്ക് സ്ഥാനം കൊടുക്കണം. നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുമ്പോൾ സ്നേഹത്തോടെ ഓർക്കുന്നത് നിങ്ങളുടെയൊക്കെ അപ്പനെയും അമ്മയുമാണ്. നിങ്ങൾ കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദേഹം ചലിക്കുമ്പോൾ, കൈ കൂപ്പുമ്പോൾ അത് പഠിപ്പിച്ചൊരു അമ്മ നിങ്ങൾക്കുണ്ടായിരുന്നു. പള്ളി കൃത്യമായിട്ട് പോകുമ്പോൾ അത് പഠിപ്പിച്ച അപ്പനുണ്ടായിരുന്നു. നമ്മളാരും മാനത്തുനിന്ന് പൊട്ടി വേണമെന്നല്ല, ആ അപ്പനമ്മമാരെ സ്നേഹത്തോടെ ഓർക്കണം. അന്ത്യവിധിയിൽ ക്രിസ്തുവിൻ്റെ 5 ചോദ്യങ്ങൾ, മത്തായി 25:31 മുതൽ 46 വരെ അന്ത്യവിധിയിലെ 5 ചോദ്യങ്ങളാണ്. 1, എനിക്ക് വിശന്നു ദാഹിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് വിശന്നു ദാഹിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നു. നമ്മൾ പറയും, സഭയുടെ ആതുരാലയങ്ങളിൽ, അനാഥ മന്ദിരങ്ങളിൽ ഒരുപാട് പേർക്ക് ഭക്ഷണവും പാനീയവും കൊടുത്തിട്ടുണ്ട്. കർത്താവ് പറയും, മോനെ മോളെ, നിൻ്റെ പെരയ്ക്കകത്ത് 80 വയസ്സിലെ അപ്പനായി, 72 വയസ്സിലെ അമ്മയായി, അപ്പാ എന്ന് വിളി കേൾക്കാൻ കൊതിച്ചു, അമ്മ എന്ന വിളിക്ക് വേണ്ടി ദാഹിച്ചു. സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നോ, സ്നേഹത്തിൻ്റെ പാനീയം തന്നോ? 2, രോഗിയായിരുന്നു, ആശ്വസിപ്പിച്ചു. പുറത്തു വരാതെ കട്ടിൽ കിടക്കുന്ന അമ്മ ഒരു കാലത്ത് നാട് നിറഞ്ഞവരാ, ഇന്ന് ഒതുങ്ങിക്കഴിയുക. അങ്ങനെയുള്ള അപ്പനമ്മമാർക്ക് കൊടുക്കേണ്ട ശ്രദ്ധ. എൻ്റെ അപ്പൻ്റെ കണ്ണ് കാണുകയെന്ന് പറഞ്ഞ് വഴിമാറിപ്പോവുമല്ല, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ മോനും ഭാര്യയും കൊച്ചുമക്കളും ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കുകയല്ല, മിണ്ടാതെ പോവുമല്ല, തൊണ്ടപ്പെടുന്ന പോലെ വർത്താനം പറയണം. രോഗിയായിരുന്നു, ആശ്വസിപ്പിച്ചു. ഒന്നുമല്ല, ചുമ്മാ മൂളി കേൾക്കണം. ചില കാരണവന്മാർ മക്കളോട് ചോദിക്കും, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോടാ, കേൾക്കുന്നുണ്ടോടി, പിന്നെ ഞാൻ മൂളാത്തത്? ചില മക്കൾ മൂളുന്ന കേട്ടാൽ പൊമറേനിയം പറ്റി കുറയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ. ഒരുത്തൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 3 വർഷം കൂടി. 80 ദിവസം അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം ചുമ കൊര വല്ലാത്ത ക്ഷീണം. അമ്മ 80 അമ്മ അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ചൊറിഞ്ഞ് കയറുക. അമ്മ പറഞ്ഞു, മോനെ അമ്മയുടെ 2 ഓയിൽ സാരി കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി അല്ല മോനെ, പഴയ പെരേലിയാ അത് വെട്ടിക്കളഞ്ഞത്. അടുത്തിരിക്കണം, ദൂരെ ഇരിക്കരുത്, കേൾക്കണം. രോഗിയായിരുന്നു, ആശ്വസിപ്പിച്ചു. 4, 3, ഞാൻ പരദേശിയായിരുന്നു, എനിക്ക് പാർപ്പിടം തന്നു. കല്യാണം കഴിച്ച മോന് അപ്പനും വേണ്ട അമ്മയും വേണ്ട, അവൻ്റെ ബെമ്പർനോത്തി മാത്രം മതി. കാരണവന്മാർ പരദേശിയായി. കെട്ടി വന്ന മോക്ക് അപ്പനും അമ്മയും വേണ്ട, അവൻ മാത്രം മതി, പരദേശിയായി. മോൻ കെട്ടിക്കൊണ്ടുവന്ന മോക്ക് സ്വന്തം മകളെ വില കൊടുക്കാതെ അമ്മ തള്ളിയാൽ, പെങ്ങന്മാർ തള്ളിയാൽ പരദേശിയായി. പരദേശികൾക്ക് പാർപ്പിടം കൊടുക്കണം. പലപ്പോഴും കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ ആണുങ്ങൾക്ക് അബദ്ധം പറ്റും. ഇവൾ മാത്രം, വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തയില്ല. ഒരുത്തൻ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും കൊണ്ട് ഗേറ്റ് കടന്നു വരിക. വീഡിയോക്കാരൻ പറഞ്ഞു, അവൾക്ക് നല്ല മണമുള്ള ദിവസമാണ്, ഒന്ന് കോരിയെടുക്കാൻ പറഞ്ഞു. അവൻ കോരിയെടുത്തപ്പോൾ അല്പം വെയിറ്റ് കൂടുതലായിരുന്നു. സിമിൻറ്റിയാക്ക് ചുമക്കുന്ന പോലെ തെന്നി ചുമന്നുകൊണ്ട് പോവുക. അപ്പം പിന്നെ അമ്മ അകത്തിരുന്ന് ജനലിലൂടെ കണ്ടു, മോൻ ഭാര്യയെ ചുമക്കുന്നു. അമ്മ പറഞ്ഞു, വിവാഹത്തിൻ്റെ അത്ഭുതം, എൻ്റെ കർത്താവേ, 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നവനാ, 67 കിലോ ചുവന്നോട് വരുന്ന വരവ് കണ്ടില്ലേ. അത് കഴിയുമ്പോൾ മാതാപിതാക്കൾ പരദേശികളാകാം. നമ്മുടെ അപ്പനമ്മ വീട്ടുമുറ്റത്തെ മാവാ. വീടിൻ്റെ മുറ്റത്തൊരു മാവുണ്ട്,
ആ മാവ് നിൽക്കുമ്പോൾ മാവിൻ്റെ വില അറിയുകയില്ല. മാവ് ഒടിയുമ്പോഴാണ് മാവ് മറച്ചു പിടിച്ച് ആകാശം, മാവ് തടഞ്ഞ കൂട്, മാവ് ശുദ്ധീകരിച്ച വായു എത്രയെന്നറിയുക. അപ്പനമ്മ വീട്ടുമുറ്റത്തെ മാവ പുഴുവിനെ പോലെ പൊളയുമ്പോഴും ഒരു വിലയുണ്ട്. രണ്ടുപേരും മരിച്ചോ, പിന്നെ വീട് എൻ്റെ വീടല്ല, അനിയൻ്റെ വീട്, ജ്യേഷ്ഠൻ്റെ വീട്, പെങ്ങളുടെ വീട്. മാതാപിതാക്കൾ പരദേശികളാകരുത്. 4, നഗ്നനായിരുന്നു ഉടുപ്പിച്ചോ. ഒരമ്മയ്ക്ക് അപ്പന് വീട്ടിൽ നാണക്കേട് തോന്നരുത്. ചില കാരണന്മാർ വച്ചു മോനും മോൻ്റെ ഭാര്യയ്ക്ക് ഞങ്ങളെ വേണ്ട, ആത്മഹത്യ ചെയ്താൽ ആത്മാവ് നഷ്ടപ്പെടുമല്ലോന്നോർത്ത് അങ്ങ് ജീവിച്ചു പോവുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു ഹിന്ദുക്കളുടെ വലിയ സംഗമം, 2000 പേരുണ്ട്. മുഖ്യ പ്രസംഗത്തിന് എന്നെ വിളിച്ചു. അധ്യക്ഷൻ മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ. സ്വാഗതം പറഞ്ഞത് അരൂർ MLA ഗായികയായ ദലീമ. എൻ്റെ പ്രസംഗം കഴിഞ്ഞ ആൾക്കാർ എന്തൊക്കെയോ നല്ലത് പറഞ്ഞപ്പോൾ കമാൽ പാഷ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, അച്ഛൻ ആയിരങ്ങളെ കാണുന്ന അച്ഛനാണല്ലോ, കുടുംബജീവിതക്കാരോട് ഒരു കാര്യം അച്ഛൻ പറയാൻ പഠിക്കരുത്. എത്ര തങ്കപ്പെട്ട മോനാണേലും അപ്പനമ്മ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം വീടും അതിൻ്റെ മുറ്റവും ഒരു മോൻ്റെയും പേരിൽ എഴുതി വെക്കരുത്. എത്ര നല്ല മക്കളാണേലും, അല്ല കൊന്നിട്ട് കൊണ്ടുപോകും. ഇന്ന് കാലം മാറി, പഴയ കാലമല്ല. എഴുതി വെക്കണം, എന്നെയും എൻ്റെ ഭാര്യയെയും മരണം വരെ നോക്കുന്നയാൾക്ക് കാലശേഷം ജീവിച്ചിരിക്കുമ്പോൾ ഒരു മക്കളുടെയും പേരിൽ സ്വന്തം വീട് എഴുതി കൊടുക്കരുത്. രണ്ടാമത് പറയുന്നു, വീണ്ടും ഭർത്താവ് മരിച്ച അമ്മ മാത്രമേ ഉള്ളൂ, ഒരു മോനും ഭാര്യയാണ് അമ്മയുടെ കൂടെ. ഈ മോൻ പറയും, അമ്മേ വീടും പറമ്പ് എഴുതി തന്നേരെ, അമ്മ മരിച്ച് വേറെ വല്ലതും ഡിമാൻഡ് ചെയ്താലോ, ഒരു കാരണവശാലും അത് എഴുതി കൊടുക്കരുത്. അമ്മ പറയണം, മോനെ എൻ്റെ കാലശേഷം പിന്നെയും നിർബന്ധിച്ചാൽ ആരും ഇല്ലാത്ത സമയത്ത് കടയിൽ പോയി ഒരു ട്രങ്ക് പെട്ടി അത് മേടിക്കണം. അത് തുറന്നിട്ട് അതിനകത്ത് കപ്പമുട്ടി, ചക്കമടൽ, മിറ്റിൽ, മരക്കുറ്റി, കല്ല് ഇതെല്ലാം വെച്ചിട്ട് അമ്മ ആ പെട്ടി പൂട്ടണം. 2 താക്കോൽ അമ്മയുടെ പിടിക്കണം. ഒന്ന് കാലാകാലം മാറി വരുന്ന വികാരിയച്ഛൻ്റെ കൊടുക്കണം, മറ്റേത് അമ്മയും പിടിക്കണം. മക്കളെ വിളിച്ച് പറയണം, അമ്മയെ മരണം വരെ മര്യാദ നോക്കുന്നുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇതിനകത്തുണ്ട്, മരിക്കാതെ തുറക്കരുത്. ചില മക്കളെ കൊണ്ട് ഈ ചാണകവും മുട്ടിയും ചോപ്പിക്കേണ്ട മക്കളുടെ കാലമാണ്. ഇവിടെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കാരാഗ്രഹത്തിലെ സന്ദർശിച്ചോ. ഞാൻ മുറിക്കകത്ത് കയറി ഞാൻ തന്നെ കുറ്റിയിട്ടാൽ വീട്, പുറത്തുനിന്ന് കുറ്റിയിട്ടാൽ അത് ജയില്, അത് വീട്, അത് ജയില്. അപ്പനമ്മമാരോട് നിങ്ങൾ പെരുമാറുന്ന പെരുമാറ്റം നിങ്ങളുടെ കൊച്ചുമക്കൾ കണ്ടുപിടിക്കും. 75 വല്യപ്പൻ ചാരുകസേരെ കാര്യം നേടി പത്രം വായിക്കുന്നു. 6 വയസ്സുള്ള വേറെ കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണട ഊരിയിട്ട് കണ്ണൊന്നടയ്ക്കാവൂ. വല്യപ്പൻ പറഞ്ഞു, പത്രവായന കഴിയിട്ടടാ, കണ്ണടയ്ക്കാം. 1/2 മണിക്കൂർ പത്രം വായിച്ചു, വാടാ ഇനി കളിക്കാം. അവൻ വല്യപ്പൻ്റെ മടികിരുന്നു, കണ്ണെ പിടിച്ചു, ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഓ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്ന് തോന്നുന്നു. അതെന്നാടാ? എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപിടിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. ജീവന് മൂല്യം. തെണ്ടിയാലും ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ ഒരിക്കലും നശിപ്പിക്കരുത്. ജെറമിയ 1:5. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. അബോർഷൻ നടത്തുന്ന കുടുംബങ്ങളിൽ ജീവിക്കുന്ന മക്കളുടെ മേൽ ഓർക്കാപ്പുറത്ത് ഒരു ശാപത്തിൻ്റെ വാൾ വന്ന് വീഴും. സമ്പത്തുള്ള കുടുംബത്തിൽ അങ്ങനെ തിന്മ സംഭവിച്ചെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീക്ക് പ്രസവത്തിന് പണം ചെലവാക്കി ഒതുക്കത്തിൽ പരിഹാരം ചെയ്യണം. അല്ലെ, പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കും. ആരും അറിയേണ്ട, ആര് വഴിയും വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോണം. കൊല്ലരുത്. വീണ്ടും പരമാവധി മക്കൾ ജന്മം കൊടുക്കണം. ദൈവം എത്ര മക്കളെ തരുന്നോ അത്രയും മക്കൾക്ക് ജന്മം കൊടുക്കണം. മുസ്ലിം സമൂഹത്തിൽ ഇന്ന് വളർച്ചയ്ക്ക് കാരണം പരമാവധി മക്കളെ ജനിപ്പിക്കും. ആ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ അവർ നോക്കും. സന്താന നിയന്ത്രണം നമുക്കിടയില്ല. അതുകൊണ്ട് അന്യം നിന്ന് പോകുന്നതും നമ്മുടെ സമൂഹങ്ങളാണ്. പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കുക. ആ മക്കൾ നാളെ ആരായിത്തീരുമെന്ന് പറയാൻ പറ്റുമോ? എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളാണ് പള്ളിയിൽ ഞായറാഴ്ച ഓടിക്കളിക്കുന്ന കാണാം. ആരാണെന്ന് പറയാൻ പറ്റുമോ? അവർ ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലെടുത്ത് താരാട്ട് പാടും. എന്താ താരാട്ട്? രാരാരോ രാരി രാരു. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി അമ്മ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട്
ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എൻ്റെ ദൈവമേ, ഈ മോൻ ആരാരോ, ഇവൻ സാറാവുമോ, എൻജിനീയറാവുമോ, പോലീസാണോ, ബാങ്ക് മാനേജറാണോ, അച്ഛനാണോ, പട്ടാളക്കാരനാണോ, അതോ വീരപ്പനാണോ, ഉസാമ ബിൻ ലാദനാണോ, ഇതാരാരോ ഒരു പിടിയില്ല. പെൺകുട്ടിയെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ട് ഇവളാരീരാരോ, ബാങ്ക് മാനേജർ, ടീച്ചർ, നേഴ്സ്, പട്ടാള നേഴ്സ്, അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാവുമോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷ് ആവുമോ, രസതന്ത്രക്കാരി ആവുമോ, അതോ ഇത് എല്ലാത്തിനും ടെക്നിക്കുള്ള ഇവരാരായിത്തീരും ഒരു ചോദ്യം, അതോ ജ്യൂസുകാരി രേഷ്മയാവുമോ, ദൈവത്തിന് മാത്രം അറിയാം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 3 വിദ്യാഭ്യാസം, പരമാവധി ഭൗതിക വിദ്യാഭ്യാസം, ഒപ്പം സഭാപരമായ പരിശീലനം, 3 സെക്സിൻ്റെ അറിവ്, ഇതൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുക, കൊല്ലരുത്. 6 വ്യഭിചാരം ചെയ്യൽ. അതിൻ്റെ അർത്ഥം എന്താ? പരസ്ത്രീ പരപുരുഷ ബന്ധമെന്നല്ല. പല ആണുങ്ങൾക്കും 2 ഭാര്യമാരുണ്ട് സത്യത്തിൽ, പല പെണ്ണുങ്ങൾക്കും 2 ഭർത്താക്കന്മാരുമുണ്ട്. ഉദാഹരണം, പെണ്ണുങ്ങളുടെ വിവാഹത്തിൽ നമ്മുടെ സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ ശരീരം, മോഹൻലാലിൻ്റെ ചെരിഞ്ഞ് നടപ്പ്, ഉണ്ണിമുഖത്തിൻ്റെ കട്ടി മസിൽ, പൃഥ്വിരാജിൻ്റെ കുറ്റിമീശ, ഇതൊക്കെ വേണം. ദൈവം തന്നതോ കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാളെ തോന്നും. പിന്നെ കട്ടിമസിൽ ഓർത്താൽ അതാണ് ഹൃദയത്തിലെ വ്യഭിചാരം. പുരുഷൻ്റെ സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ വണ്ണം, 90കളിലെ ദിവ്യ ഉണ്ണിയുടെ മെലിഞ്ഞ പെടലി, 2000-ലെ കാവ്യമാധവൻ്റെ തുറിച്ച കണ്ണ്, 2010-ലെ സമ്പ്രദാസിൻ്റെ കോമ്പല്ല്, ഇതൊക്കെ വേണം. കിട്ടിയത് ചാളമേരിയെ പോലെ ഒരെണ്ണത്തെ കിട്ടിയ ആളെ കൊണ്ട് മറ്റൊരു ചിന്തയില്ല. ദൈവം ആരെ തന്നോ തന്നയാൾ, അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. ഞാൻ ഒരിക്കൽ അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിച്ചവൻ പറഞ്ഞു, അബ്രഹാമിന് സാറായിൽ മക്കളുണ്ടായില്ല, അപ്പോൾ ദാസിയായ ഹാഗാറിൽ കുഞ്ഞിനെ പ്രസവിച്ചു. കാരണം അന്നത്തെ നിയമം മക്കളില്ലാതെ ഭർത്താവ് മരിക്കരുത്, വേലക്കാരിയിൽ കുഞ്ഞിനെ ജനിപ്പിച്ചാണ്. അത് മതത്തിൻ്റെ നിയമം, രാജ്യത്തിൻ്റെ നിയമം. കൂലിക്കാരിയെ പറ്റിയല്ല. കൂലിക്കാരി രാവിലെ 8-ന് വന്നിട്ട് വൈകിട്ട് വീട്ടിൽ തിരിച്ചു പോകും. വേലക്കാരി വീട്ടിൽ നിന്ന് പണിയുന്നവൾ. വേലക്കാരി മക്കളെ ജനിപ്പിക്കാം. 75 വയസ്സ് പ്രായമുള്ള ഒരു അങ്കിൾ ചോദിച്ചു, ജോസഫച്ച, ആ രാജ്യം ഇപ്പോഴും ഉണ്ടോ? വിസ കിട്ടാൻ സാധ്യതയുണ്ടോ? ഇപ്പം ആരും ഉള്ളിടത്ത് തൃപ്തിയല്ല, വ്യഭിചാരം ചെയ്യൽ. 7 കള്ളസാക്ഷ്യം പറയൽ, എന്തെങ്കിലും കേട്ടേച്ച് ഷെയർ ചെയ്യൽ. ഈ 3 കൂലുകളുടെയും ഒരു തൊഴിലില്ലാത്തതിൻ്റെ കൂട്ടായ്മയ്ക്കുള്ള വാക്ക് വാട്സപ്പ്. ഏത് ചപ്പും ചവറും വാട്സപ്പിൽ തട്ടിവിടാം. വാട്സപ്പ് മെസ്സേജുകൾ വിശ്വസിക്കാൻ പറ്റുമല്ല. TV വാർത്ത ഷെയർ ചെയ്യാം, വാട്സപ്പ് മെസ്സേജ് ഷെയർ ചെയ്യല്ല, പിന്നീട് കള്ളവാണെന്ന് തെളിയും. ഇന്നസെൻ്റ് ജീവിച്ചപ്പോൾ 3 പ്രാവശ്യം മരിച്ചെന്ന് വാർത്ത വന്നതാണ്. എസ് ജാനകി മരിച്ചെന്ന് 2 പ്രാവശ്യം ഞാൻ വായിച്ചതാണ്. അതുകൊണ്ടാണ് സത്യമല്ലാത്ത കാര്യം ഷെയർ ചെയ്യല്ല. അത് കള്ളസാക്ഷ്യത്തിന് നമ്മൾ കൂട്ടി നിൽക്കുക. നല്ല പണിയുള്ളവന് തംസപ്പ്, ചെറിയ പണിയുള്ളവന് സിപ്പപ്പ്, ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക. അപ്പം ജീവിതത്തിൽ നിലവാരമില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ പൊട്ടന്മാരെ പോലെ ഷെയർ ചെയ്ത് സത്യം പറഞ്ഞ് ഷെയർ ചെയ്യാവൂ, കള്ളസാക്ഷ്യം പറയല്ലേ. 8 മോഷ്ടിക്കരുത്. നമ്മളാരും ഓടി നടന്ന് മോഷ്ടിക്കുന്നവരല്ല. 600 രൂപ കൂലിയുള്ള ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ടവൻ വിശന്നിട്ട് പറയുക, 300-ന് ഞാൻ പണിയാം. അങ്ങനെ പണിയിപ്പിച്ചാൽ ആ മുതലാളി 300 കട്ട കള്ളനാണ്. നാട്ടിൽ നടപ്പുള്ള കൂലി കൊടുത്തില്ലെങ്കിൽ 600 രൂപ മേടിക്കുന്നവൻ 300-ന് പണിതിട്ട് മുതലാളിയെ കളിപ്പിച്ചാൽ അവനും കള്ളനാണ്. മേടിക്കുന്ന കാശിന് ആനുപാതികമായ ജോലി, ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ കൂലി. ആശുപത്രി നേഴ്സ് ശമ്പളം മേടിക്കുന്നവൾ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ 5 ഗുളിക പോക്കറ്റിൽ തള്ളിക്കയറ്റിയാൽ അത് മോഷണത്തിൻ്റെ ചെറിയ വകുപ്പാണ്. പഞ്ചായത്ത് നോക്കുന്ന സൂചി പൊക്കിക്കൊണ്ട് വന്ന് അതും മോഷണത്തിൻ്റെ മറ്റൊരു വകുപ്പാണ്. ഈയൊരു സപ്ലൈ ഓഫീസർ എന്നെ കാണാമോ? അദ്ദേഹം വിളിച്ചാൽ ലോകം തിന്മ, ഒരു റേഷൻ കടക്കാരൻ ഫയലിൽ ഒപ്പിടാൻ വേണ്ടി 500 രൂപ കൈക്കൂലി തന്നത് കള്ളനോട്ടായിരുന്നു. കൈക്കൂലിക്ക് കുഴപ്പമില്ല, കള്ളനോട്ടിനാണ് പ്രശ്നം. മോഷ്ടിക്കരുത്. 9 അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അത് ആണുങ്ങളോട്. പെണ്ണുങ്ങളോട് കൂട്ടുകാരിൽ കിട്ടിയവനെ ദാഹിക്കരുത്. ഞാൻ വണ്ടി കാത്ത് നിൽക്കുകയാണ് കൊട്ടാരക്കരയിൽ. തിരുവനന്തപുരത്തിനും പോകണം, കോട്ടയത്തിനും പോകണം. തിരുവനന്തപുരം വണ്ടി കിട്ടി, കയറി ഇരിക്കുമ്പോൾ ഓർക്കുക, കോട്ടയം വണ്ടി ആയിരുന്നെങ്കിൽ അടൂർ, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, അങ്ങനെ എനിക്ക് ചിങ്ങമരം വരെ കാണാൻ ഓർക്കരുത്.
കൊട്ടാരക്കര വണ്ടി കയറുമ്പോഴേ ആസ്വദിക്കാൻ പഠിക്കണം. ആയൂരുണ്ട്, ചടയമംഗലമുണ്ട്, കിളിമാനൂരുണ്ട്, വെഞ്ഞാറമ്മൂടുണ്ട്, വട്ടപ്പാറയുണ്ട്, കേശവാസ്വരമുണ്ട്, തമ്പാനൂരുണ്ട്. ഞാൻ ആസ്വദിക്കാൻ പഠിക്കണം. കത്തോലിക്ക സഭയിൽ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയിൽ ഞാൻ കയറിയിട്ട് 32 വർഷം. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക, കല്യാണ വണ്ടിയായിരുന്നു നല്ലത്. വീട് കണ്ടേനെയും ഭാര്യ കണ്ടേനെയും കാറ് കണ്ടേനെയും കോഴി കണ്ടേനെയും ഒരിക്കലും ഓർക്കരുത്. ഈ വണ്ടി ഞാൻ ആസ്വദിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമെന്ന് ഓർക്കുമ്പോഴാണ്. എന്നിവിടെ കോളേജിൽ പഠിച്ച 3 മകളുടെ അപ്പൻ്റെ ഫോൺ കോൾ, ജോസഫ് അച്ഛ, അപ്പനായൊരു ഇനി അച്ഛനാകുന്ന സഭ വല്ലതുകൊണ്ടോ? അവൻ്റെ വണ്ടി എടുത്തു, കിട്ടിയ വണ്ടിയിൽ ഉറച്ചിരിക്കുക. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, ഭർത്താവിൻ്റെ ആകിക്കരുത്. ചിന്തകളെ അവസാനിപ്പിക്കാം. 10, അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിക്കണം, എത്ര കാശായാലും. 8 ലക്ഷം രൂപയുടെ കാറ് മേടിക്കാൻ പറ്റുന്നവൻ 7 ലക്ഷം കൂടെ കടമെടുത്ത് 15 ലക്ഷത്തിൻ്റെ കാറ് മേടിക്കരുത്. 8 ലക്ഷത്തിൽ ഒതുങ്ങിയില്ലെങ്കിൽ നാളെ അവൻ തകരുന്നു. 10 ലക്ഷത്തിന് ചെറിയ വില തട്ടിക്കൂട്ടാൻ പറ്റുന്നവൻ ലോൺ എടുത്ത് 30-ൻ്റെ വില പണിതാൽ വീട്ടാൻ വകുപ്പില്ലെങ്കിൽ ആ വീട് സർക്കാർ കണ്ടുകെട്ടും. എത്ര കുടുംബങ്ങളാണ് അങ്ങനെ നശിക്കുക? മിനിമത്തിൽ ജീവിക്കുക, ഉള്ളപ്പം ആഡ് ചെയ്യുക. പ്രധാനമന്ത്രി കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കൽ, അച്ഛനായ എനിക്ക് കിട്ടുന്ന ചികിത്സ ഒരു ധർമ്മക്കാരൻ പ്രതീക്ഷിക്കൽ. ജീവിതാന്തസ്സിൽ ദൈവം അനുവദിച്ച സൗകര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുക, അതിനപ്പുറത്തേക്കുള്ള ആർത്തി കാണിക്കാതിരിക്കുക. അങ്ങനെയുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. അബ്രഹാമിൻ്റെ കുടുംബം പോലെ വിശ്വാസത്തിൽ, ജോബിൻ്റെ കുടുംബം പോലെ വീണ്ടെടുപ്പിൽ, തിരുക്കുടുംബം പോലെ ക്രിസ്തീയ സാന്നിധ്യത്തിൽ നമ്മുടെ വീട് നിറയുവാൻ ഈ ഒത്തുവരവും ഈ കൺവെൻഷനും നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. വന്നവനും വരുവാനുള്ളവനുമായ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുദ്ര നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തികളിലും സമൃദ്ധമായി പതിയട്ടെ. ആമേൻ.